നമ്മളിപ്പോൾ ഉള്ളത് സ്കോട്ട്ലൻഡിലാണ്. സ്കോട്ട്ലൻഡിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു നഗരത്തിൻ്റെ കാഴ്ചയാണ് നമ്മൾ. ഒരുപാട് പഴയ കെട്ടിടങ്ങൾ, കോട്ടകൾ, അതുപോലെ തന്നെ കല്ലുകൾ കൊണ്ടുള്ള പുരാതന വഴികൾ, അതിമനോഹരമായ ഗാർഡനുകൾ. ഒരു മലയുടെ മണ്ടയിൽ നോക്കിയ നഗരം മൊത്തവും കാണാൻ പറ്റുന്ന ഒരു നഗരം. അതെ, ആ നഗരമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ആൻഡ് ആ നഗരത്തിൻ്റെ പേരാണ് എഡിൻബർഗ്. ഹായ്, ദിസ് ഈസ് മീ ആൽബിൻ ആൻഡ് വെൽക്കം ടു ലൈഫ് വിത്ത് ആൽബിൻ. നമ്മളെ സംബന്ധിച്ചൊരു അഭിമാന നിമിഷമാണ്. നമ്മളങ്ങനെ രണ്ടാമത്തെ ഒരു കൺട്രി കൂടെ വിസിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ UK ലണ്ടനിൽ പോയി, ഇപ്പോൾ സ്കോട്ട്ലാൻഡ് എഡിൻബർഗ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലത്തെ സിറ്റി ബസ് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ട്രെയിനും ഉണ്ടാവും, ട്രാം. ഇവിടെ എങ്ങനെയാണ് പറയുന്നത്, ട്രാം ഉണ്ടാവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിനെല്ലാം ടിക്കറ്റ് നമുക്ക് ഒന്നെങ്കിൽ ബസ് കയറിയുള്ള ടിക്കറ്റ് എടുക്കാം. അത് ഏകദേശം £6 ആവും. പക്ഷെ നമുക്കിവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഓൾ ഡേക്കുള്ള ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം നമുക്ക് ട്രാമിൻ്റെ അകത്തോ അല്ലെങ്കിൽ ബസ്സിൻ്റെ അകത്തോ എവിടെയൊക്കെ ട്രാവൽ ചെയ്യണോ അതെല്ലാം നമുക്ക് ഈ ഒരൊറ്റ ടിക്കറ്റിൻ്റെ അകത്ത്. അപ്പം നമ്മളെടുത്തു. അതിന് നമുക്ക് അയക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 12.5 പൗണ്ടാണ് അയക്കുന്നത്. ഏകദേശം നമ്മുടെ നാട്ടിലെ പൈസ വെച്ച് നോക്കുമ്പോഴത്തേ 1500 സംതിങ് രൂപ വരും. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മൾ ഹോട്ടൽ എങ്ങോട്ടാണോ ആ ദിശയിലേക്ക് ബസ്സാണോ ഉള്ളത് അതോ ട്രെയിനാണോ ഉള്ളത് നോക്കിയിട്ട് അങ്ങോട്ട് പോകാം. നമ്മുടെ ട്രാം ഇവിടെയാണ്. നമ്മൾ ടിക്കറ്റ് കാണിച്ച് വെരിഫൈ ചെയ്യണം. അവിടെ നമുക്ക് പോകാനുള്ള ട്രെയിനും കാര്യങ്ങളുടെ ടൈമും കാര്യങ്ങളൊക്കെ കൊടുക്കണം. നമുക്ക് അപ്പോൾ പോയി ട്രെയിനിൽ കയറാം. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ കൊടുത്ത് വെരിഫൈ ചെയ്തു. ഇത് നമ്മൾ നേരെ ട്രാമിലേക്ക് പോവുകയാണ്. കയറും. ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്. ഇതിൻ്റെ അകത്ത് അങ്ങനെ നമുക്ക് ട്രെയിനെ പോലെ തന്നെ, പക്ഷെ കുറച്ച് ബോഗീസ് മാത്രമേ ഉള്ളൂ. മഴ പെയ്യുന്നുണ്ട് കേസ്, ചാടി കയറട്ടെ. നമ്മൾ ട്രെയിനിൽ കയറി, ട്രാമിൽ കയറുമ്പോൾ ബാഗൊക്കെ വേണ്ടി സെപ്പറേറ്റ് സ്പേസ് ഉണ്ട് കേട്ടോ. അവിടെ കയറി നമുക്കിപ്പോൾ നല്ലൊരു സീറ്റിൽ കയറി ഇരിക്കാം. നമ്മളിവിടെ ഇരുന്നു. ഇനി നമ്മൾ ട്രെയിൻ വെയിറ്റ് ചെയ്യാം, അല്ല ട്രാം എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അവിടെ ഡ്രൈവറൊക്കെ കയറിയിട്ടുണ്ട്. ലഗേജൊക്കെ അവിടെ ഹോട്ടലിൽ വന്ന് ഇറങ്ങി അവിടുന്ന് നേരെ എഡിൻബർഗിലേക്കാണ് പോകുന്നത്. അപ്പം ട്രാൻസിറ്റ് കയറിയിട്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് എയർപോർട്ടിൽ നിന്ന് നേരെ ഇപ്പോൾ സർവീസ് ഉണ്ട് കേട്ടോ. ട്രെയിൻ സർവീസ് ഉണ്ടാവും, അല്ലെങ്കിൽ ബസ് സർവീസ് ഉണ്ടാവും. നമ്മൾ ട്രാൻസിറ്റ് പോവുകയാണെങ്കിൽ നല്ല കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ പറ്റും, പെട്ടെന്ന് എത്തുകയും. നമ്മളങ്ങനെ എഡിൻബർഗ് ഇന്റർനാഷണൽ കോൺഫറൻസ് സെന്ററിന്റെ അടുത്തെത്തിട്ടോ. ഇവിടെ നമ്മൾ എഡിൻബർഗിലെത്തി. എഡിൻബർഗിൽ നിന്ന് നമ്മുടെ ഹോട്ടൽ ചെക്ക് ഇൻ ഒക്കെ ചെയ്തു. അങ്ങനെ നമ്മൾ സൈറ്റ് വിസിറ്റിനായിട്ട് പോകാട്ടോ. പക്ഷേ നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോൾ തൊട്ടുള്ള വ്യൂ ഉണ്ടല്ലോ, അതിൻ്റെ കാര്യമൊന്നും പറയാതിരിക്കേണ്ടത്. നല്ല എന്താ പറയുക, ഇവിടുത്തെ കെട്ടിടങ്ങളെല്ലാം ഒരേ രീതിക്കാണ്. നല്ല ഫീലാട്ടോ സംഭവം. ഇപ്പോൾ ഏകദേശം 12 മണിയായി. സൂര്യനൊന്നുമില്ല, ചെറിയ മഴ, നല്ല തണുപ്പ്, അങ്ങനെയൊക്കെയാണ് ഇവിടെ. അപ്പോൾ നമുക്കിനി എഡിൻബർഗിലെ വിശേഷങ്ങൾ കാണാം ഗൈസ്. നമ്മൾ എഡിൻബർഗിലൂടെ പോകുമ്പോഴാണ് ഒരു മനോഹരമായ കാഴ്ച. നമ്മൾ സിനിമയിലൊക്കെ കണ്ടേക്കുന്ന ഒരു കാറില്ലേ, ടാക്സി കാർ, അതിവിടെ കാണാൻ പറ്റും. കുറേ ഉണ്ട്, ഇത്ര അടുത്തിട്ടുള്ള പറഞ്ഞിട്ടുണ്ടേ. അപ്പോൾ ഒരു സ്കോട്ട്ലാൻഡ് എന്ന രാജ്യത്തിന്റെ തലസ്ഥാനമായിട്ട് എഡിൻബർഗ്. യൂറോപ്പിലെ ഏറ്റവും ചരിത്രപ്രധാനമുള്ള നഗരങ്ങളിലൊന്നാണ് എഡിൻബർഗ്. എഡിൻബർഗ് നഗരം പ്രധാനമായി 2 ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു: ഓൾഡ് ടൗൺ, ന്യൂ ടൗൺ. നമ്മളിപ്പോൾ ഉള്ളത് ന്യൂ ടൗണിലാണ്. തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾഡ് ടൗൺ പഴയ രീതിയിലുള്ള കെട്ടിടങ്ങളും കല്ലുപാകിയ വഴികളും അങ്ങനെയൊക്കെയാണ്. നമ്മളിപ്പോൾ ഉള്ള ന്യൂ ടൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശാലമായ റോഡുകളും സുന്ദരമായ ജോർജിയൻ ശൈലിയിലുള്ള കെട്ടിടങ്ങളും അതോടുകൂടി ചേർന്നൊരു സ്ഥലമാട്ടോ ന്യൂ ടൗൺ. ഈ 2 ഭാഗങ്ങളും യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ നഗരത്തിന് 1000-ലധികം വർഷങ്ങളുടെ ചരിത്രമുണ്ട്. ആദ്യം നഗരം വളർന്നത് കാസ്ട്രി റോക്ക് എന്നറിയപ്പെടുന്ന ഒരു വലിയ പാറയുടെ മണ്ടയിൽ. ഇന്നത് എഡിൻബർഗ് കാസ്ട്രായി മാറിട്ടോ. അങ്ങനെ പിന്നീട് നഗരം വളർന്ന് 16-ാം നൂറ്റാണ്ടിൽ ഇതൊരു സ്കോട്ടിഷ് രാഷ്ട്രീയ സാംസ്കാരിക പ്രാധാന്യമുള്ള ഒരു നഗരമായി മാറി. പിന്നീട് ഈ നഗരം വളർന്ന് ഇന്ന് കാണുന്ന പോലെ സ്കോട്ട്ലാൻഡിന്റെ തന്നെ തലസ്ഥാന നഗരമായി വളർന്നു. എഡിൻബർഗിലെ ആദ്യം ടൂറിസ്റ്റ് സ്ഥലം കാണാൻ പോകുന്നത് കാൽട്ടൺ ഹില്ലാട്ടോ.
നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട്. അത് ഏകദേശം ടെമ്പറേച്ചർ 4 ആണ്. പക്ഷെ ചെറിയൊരു ചാറ്റൽ മഴയും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല തണുപ്പ് ഫീൽ ചെയ്യും. പിന്നെ കാട്ടൻ ഹില്ലിൽ എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. കുറച്ച് നടക്കണം. കുറച്ചെന്ന് വെച്ചാൽ നല്ല രീതിക്ക് തന്നെ നടക്കണം. പക്ഷെ നമ്മളിങ്ങനെ തണുത്ത് മരിച്ച് നടക്കുമ്പോണ്ടല്ലോ, അവിടെയുള്ള സ്വദേശീയര് നല്ല അടിപൊളി കൂളായിട്ട് ഓടുകയും ജോഗിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കാൽട്ടൺ ഹില്ലിലെ വിശേഷങ്ങൾ പറയാം. കാൽട്ടൺ ഹില്ലിന്റെ മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു കുന്നാണ്. ആ കുന്നിന്റെ മണ്ടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എഡിൻബർഗ് നഗരത്തിന്റെ ഒരറ്റം തൊട്ട് ഇപ്പുററ്റം വരെ, അതായത് ഓൾഡ് ടൗൺ, ന്യൂ ടൗൺ, എഡിൻബർഗ് കാസ്റ്റിൽ, പിന്നെ സീ വരെ കാണാൻ പറ്റുന്നതാണ്. നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ സീ വരെ നമുക്ക് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇതിലെ തന്നെ കാൽട്ടൺ ഹിൽസിന്റെ മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാഷണൽ മോണുമെന്റ് ഓഫ് സ്കോട്ട്ലൻഡ് ഉണ്ട്, പിന്നെ നമ്മുടെ നെൽസൺ മോണുമെന്റ് ഉണ്ട്. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് അവിടെ കാണാനുള്ളത്. അപ്പം നമുക്ക് അതിന്റെ കാഴ്ചകൾ കണ്ടിട്ട് വരാം. നമ്മളങ്ങനെ കാൽട്ടൺ ഹിൽസിന്റെ മേളിലെത്തി. ഇത് ഈ കാണുന്നതാണ് സിറ്റി ഒബ്സർവേറ്ററി. ഇത് നമ്മുടെ ഡുവാൾഡ് സ്റ്റുവർട്ട് മോണുമെന്റ്, ഇത് നെൽസൺ മോണുമെന്റ്, ആൻഡ് ഇത് നാഷണൽ മോണുമെന്റ് ഓഫ് സ്കോട്ട്ലൻഡ്. കാൽട്ടൺ ഹിൽസ് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഒരു പ്രതിരോധ കേന്ദ്രമായിട്ടായിരുന്നു കേട്ടോ കണ്ടിരുന്നത്. ഒരുപാട് പൊതുയോഗങ്ങളും അങ്ങനത്തെ തന്ത്രപ്രധാനമായ മീറ്റുകളും കാര്യങ്ങളും നടന്ന കാൽട്ടൺ ഹിൽസിലായിരുന്നു. ഇപ്പൊ ഇത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട്. ഏകദേശം 18-19 നൂറ്റാണ്ടുകളിൽ ഒരുപാട് വലിയ രാഷ്ട്രീയങ്ങളും പൊതുയോഗങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. ഇന്നിത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജിന്റെ ഭാഗമാട്ടോ കാൽട്ടൺ ഹിൽസ്. കാൽട്ടൺ ഹിൽസിൽ ഈ ഒരു ചെറിയ കെട്ടിടം ഉണ്ടല്ലോ, അതാണ് സിറ്റി ഒബ്സർവേറ്ററി. ഒരുപാട് നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് 1818 നിർമ്മിക്കപ്പെട്ട ഒരു ഒബ്സർവേറ്ററി കെട്ടിടമായിട്ടിത്. ശാസ്ത്ര പഠനത്തിനും അതുപോലെ തന്നെ ഗ്രഹങ്ങളെ നിരീക്ഷിക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് പണിതാണ് ഈ ഒരു കെട്ടിടം. മുമ്പ് ടെലിസ്കോപ്പും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു. ഇപ്പൊ ഇതിന്റെ പ്രവർത്തനമൊക്കെ വേറൊരു ഘട്ടത്തിലേക്ക് മാറ്റിയിട്ട് ഇപ്പൊ ഇതൊരു ആർട്ട് സ്പേസ് ഗാലറി ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ സ്റ്റെപ്പൊക്കെ കയറി തണുപ്പത്ത് കയറി വന്നതിൻ്റെണ്ടല്ലോ, ഒരിക്കലും വേസ്റ്റ് അല്ല കേട്ടോ. നമ്മൾ സത്യം പറഞ്ഞ ഈ സിറ്റി ഒബ്സർവേറ്ററിയുടെ അടുത്തിങ്ങനെ വന്നിട്ട് താഴത്തേക്ക് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ എഡിൻബർഗ് നഗരം ഫുള്ള് കാണാം. ഇപ്പൊ ഏകദേശം സമയം ഒരു 12 കഴിഞ്ഞു. പക്ഷേ ലൈറ്റ് ഇല്ല, ഒരു ഇരുണ്ട കാലാവസ്ഥയാണ്, ചെറിയ മഴയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങ് ദൂരമുള്ള കാണാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കടൽ വരെ കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു കാഴ്ച ഉണ്ടല്ലോ, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, കണ്ടു തന്നെ അറിയണം നമ്മളത്. ഞങ്ങൾ സിറ്റി ഒബ്സർവേറ്ററിയുടെ അടുത്തുനിന്ന് എഡിൻബർഗ് നഗരത്തിന്റെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടു പോകുമ്പോഴത്തേക്ക് അതിലെ ദൂരെ ഒരു കുറച്ച് കാലുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഏകദേശം 12 കാലുകൾ. അതാണ് കേട്ടോ നാഷണൽ മോണുമെന്റ് ഓഫ് സ്കോട്ട്ലൻഡ്. നെപ്പോളിക് യുദ്ധത്തിൽ മരിച്ച സ്കോട്ടിഷ് സൈനികരെ അനുസ്മരിച്ചുകൊണ്ട് 1820 നിർമ്മിക്കാൻ തുടങ്ങി ഒരു സ്മാരകമാണത്. എന്നാൽ കുറച്ച് പണിത് തോന്നിയപ്പോഴത്തേക്ക് പണത്തിന്റെ ഒരു കുറവ് തുടർന്ന് പണി പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ചില സ്കോട്ടിഷ് ആൾക്കാർക്ക് ഇതിനെ ഡിസ്ഗ്രേസ് ഓഫ് എന്നും വിളിക്കാറുണ്ട്, ഡിസ്ഗ്രേസ് ഓഫ് സ്കോട്ട്ലാൻഡ് എന്ന് വിളിക്കാറുണ്ട്, കാരണം പൂർത്തിയാക്കാൻ പറ്റാത്തതുകൊണ്ട്. എൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പുൽത്തകടിയാണ്. ഇവിടെ ആൾക്കാരൊക്കെ എപ്പോഴും വന്നിട്ട് ആ പുല്ലൊക്കെ പോയി. പക്ഷെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നല്ല അടിപൊളിയാട്ടോ. ഇതിലൂടെ പാർക്കും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല രസം, ഒന്നും പറയില്ല, വെരി ക്ലീൻ. താഴെ നമ്മുടെ എഡിൻബർഗ് നഗരം. ഈ കാണുന്ന കേട്ടോ നെൽസൺ മോണുമെന്റ് 1805 നടന്ന ട്രാൻസ്ഫോർലാഗർ യുദ്ധത്തിൽ വിജയിച്ച അഡ്മിറൽ നെൽസനെ അനുസ്മരിച്ചുകൊണ്ട് നിർമ്മിച്ച ഒരു ടവർ കേട്ടോ. ഇതിന്റെ മേളിൽ കയറി കഴിഞ്ഞാൽ ഒരു എഡിൻബർഗ് സിറ്റിയുടെ ഒരു 360 വ്യൂ നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ നെൽസൺ മോണുമെന്റ് ഒക്കെ കണ്ടിട്ട് നേരെ കാൽട്ടൺ ഹിൽസിന്റെ കിഴക്ക് ഭാഗത്തേക്ക് കിട്ടും. ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്കും താഴെ നമ്മുടെ ഓൾഡ് ടൗൺ കാണാൻ പറ്റും. അവിടെയുള്ള പഴയ കെട്ടിടങ്ങൾ, പഴയ കാലത്തെ കോട്ടകൾ, അതെല്ലാം കാണാൻ പറ്റും. അത് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും എഡിൻബർഗ് കാസ്റ്റിലും നമുക്ക് ഇവിടെ നിന്നിട്ട് കാണാൻ പറ്റും. ക്ലൈമറ്റ് ഇങ്ങനെ ഉണ്ടാണ്, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ സീയും കാണാൻ പറ്റുമായിരുന്നു. കാര്യങ്ങളും ഇവിടുത്തെ തണുപ്പും കാര്യങ്ങളും നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ പതുക്കെ ഇറങ്ങാൻ പോവുകയാണ് കേസ്. അപ്പോൾ അടുത്ത സ്ഥലത്ത് പോയിട്ട്
അങ്ങനെ നമ്മൾ കാൽട്ടൺ ഹിൽസ് കണ്ട് ഇറങ്ങി ഹോട്ടലിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് ലഞ്ചൊക്കെ കഴിച്ച് പതുക്കെ നേരെ ട്രെയിൻ കയറി ട്രെയിനിൻ്റെ ഏറ്റവും എൻഡ് ഭാഗമായ ഓഷ്യൻ ടെർമിനൽ കാണാൻ വന്നു കേട്ടോ. ഓഷ്യൻ ടെർമിനലിൽ എത്തിയപ്പോഴത്തേക്കും നമ്മൾ ഏകദേശം 4:30 ആയതേ ഉള്ളൂ. പക്ഷേ ഇവിടെ നല്ല ഇരുട്ടി. ഈ ഓഷ്യൻ ടെർമിനലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിൻബർഗ് നഗരത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് കുറച്ച്, ഒത്തിരി ട്രാവലൊന്നും ഇല്ലല്ലോ, കുറച്ച് അകലെയാണ് ലീത്ത് വാട്ടർ ഫ്രണ്ട് പ്രദേശം. അതായത് നമ്മുടെ കടലിനോട് ചേർന്നുള്ള ഒരു പ്രദേശം. ഇതിനോട് ചേർന്ന് തന്നെ ഒരു ഷോപ്പിംഗ് മാളാണ്. 2001 തുറന്ന ഒരു ഷോപ്പിംഗ് മാളാണ് ഈ ഓഷ്യൻ ടെർമിനൽ. ഓക്കെ, ഇവിടെ ഒരു ഏകദേശം 12-13 മൂവി തിയേറ്ററും കാര്യങ്ങളുണ്ട്, എൻ്റർടൈൻമെൻറ്റ് സെൻറ്റർ അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ അതിനോട് ചേർന്ന് ഏറ്റവും ഇതിൻ്റെ ഒരു മനോഹരമായൊരു അട്രാക്ഷൻ, ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോയൽ ബ്രിട്ടാനിയ യാച്ച്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചൊരു യാച്ച് പൊതു ജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തേക്കുവാണ്. ഈ മാളിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷനാണ് ഇതിനോട് ചേർന്ന് തന്നെ നങ്കൂരമിട്ട് കിടക്കുന്ന റോയൽ യാച്ച് ബ്രിട്ടാനിയ. ബ്രിട്ടീഷ് രാജകുടുംബം ഉപയോഗിച്ചിരുന്ന ഈ യാച്ച് ഇന്ന് പ്രസിദ്ധമായൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ ഓഷ്യൻ ടെർമിനൽ വിസിറ്റിംഗ് സെൻറ്ററിലൂടെ നമുക്ക് ബ്രിട്ടാനിയ സന്ദർശിക്കാം. പക്ഷെ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും 4:30 കഴിഞ്ഞു. ഓൾമോസ്റ്റ് 3 മണിയാകുമ്പോഴത്തേക്ക് ഇത് ക്ലോസ് ചെയ്യും. പിന്നെ ഇങ്ങോട്ട് എത്തുക എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആട്ടോ. കാരണം ഇവിടുത്തെ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. നമുക്ക് എവിടെ പോണേലും നമുക്ക് ട്രാൻസ് ഉണ്ടാവും, അതല്ലെങ്കിൽ നമുക്ക് ബസ് ഉണ്ടാവും, ഏത് ഏരിയ പോകണമെന്നുണ്ടെങ്കിലും. തൊട്ടിപ്പുറം വന്നപ്പോഴത്തേക്കുണ്ടല്ലോ ഇവിടെ നല്ലൊരു വലിയൊരു ഷിപ്പ്. അതുപോലെ തന്നെ നമ്മൾ എഡിൻബർഗ് സന്ദർശിക്കുകയാണെങ്കിൽ നൈറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ബാറുകൾ, റെസ്റ്റോറൻറ്റുകൾ, അങ്ങനത്തെ സംവിധാനമൊക്കെ ഉണ്ടല്ലോ. ഇതൊന്നുമല്ല നമുക്ക് ഈ റോയൽ യാച്ച് കയറി കാണാൻ പറ്റിയില്ലെങ്കിലും തൊട്ടിപ്പുറം വന്നു കഴിഞ്ഞാൽ കടലിനോട് ചേർന്ന് നമുക്കിങ്ങനെ ശാന്തമായിട്ട് നടന്ന് കടലിലിങ്ങനെ കാറ്റൊക്കെ അടിച്ച് നടക്കാനുള്ളൊരു ഭാഗം കൂടെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളവിടെ ഇതൊക്കെ കണ്ട് എൻജോയ് ചെയ്തു. അപ്പം നമ്മളങ്ങനെ വന്നിട്ട് ഏതാണ് റോയൽ ബ്രിട്ടാനിയ യാച്ച് കാണാൻ വേണ്ടി വന്നത്. പക്ഷെ അൺഫോർച്യുനേറ്റ്ലി അതിൻ്റെ ടൈം കഴിഞ്ഞ് പോയി കേസ്, അതുകൊണ്ട് കാണാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും നമുക്ക് ഇവിടെ വന്നിട്ട് നമ്മുടെ സ്പിരിറ്റ് ഓഫ് താൻസാനിയ എന്ന് പറഞ്ഞൊരു ഷിപ്പൊക്കെ കാണാൻ പറ്റി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബ്രിട്ടാനിയ യാച്ച് ആ കാണുന്നതാണ്. അപ്പോൾ അത് അടുത്ത് വരെ പോകാൻ പറ്റി, അതിൻ്റെ അകത്ത് കയറാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് നല്ല തണുപ്പാണ്, നല്ല തണുപ്പ്, കൈയൊക്കെ മരച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ പരിപാടി, ഹലോ ഗൈസ്, നമ്മളിപ്പോൾ എവിടെയുള്ള അറിയുള്ളൂ, എഡിൻബർഗിലെ വിക്ടോറിയ സ്ട്രീറ്റിൽ. വിക്ടോറിയ സ്ട്രീറ്റ് 1989 ആ ഒരു സമയത്ത് സ്ഥാപിച്ചതാണ്. പക്ഷെ അടിപൊളിയാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് ഇനി അടുത്ത കാണാം. പഴയ കാലത്തെ കെട്ടിടങ്ങളും ഒരുപാട് കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എന്താണ്, അവിടെ നല്ല തിരക്കാട്ടോ. നമുക്ക് കേൾക്കാം, അടുത്തടുത്തേക്ക് പോവാം. ഇതൊരു കല്ല് പാകിയ വഴിയാണ്. നമ്മൾ ഒരുപാട് സിനിമകളിൽ ഈ ഒരു ലൊക്കേഷൻ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറേ ഫൈറ്റ് മൂവീസിലൊക്കെ ഈ ഒരു സ്ട്രീറ്റ് വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ റീസെൻ്റ്ലി വന്ന നമ്മുടെ വാർ മൂവിയിലും ഈ ഒരു ലൊക്കേഷൻ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞേക്കുന്നത്. ഇതാണ് ഗൈസ് നമ്മൾ പറഞ്ഞ വിക്ടോറിയ സ്ട്രീറ്റ്. കുറേ ഷോപ്പിംഗ് മാളുകളും അതുപോലെ കുറേ കടകളും ഒക്കെ ഉണ്ട്. ഈ ലൊക്കേഷനൊക്കെ ഒരുപാട് സിനിമകളിലൊക്കെ വന്ന കേട്ടോ. ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല ഭംഗിയെന്ന് വെച്ചാൽ എല്ലാം ഒരേ രീതിക്ക്, ഒരേ മോഡലിൽ, ഏകദേശം ഒരേ ഹൈറ്റ്. പ്രത്യേകിച്ച് ചില കെട്ടിടങ്ങളിൽ മാത്രം, ഷോപ്പുകൾ മാത്രം പലവരെ കളർ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ നമുക്ക് നീല കളർ കാണാം, അവിടെ ഒരു ബ്ലൂ, പച്ച, ഓറഞ്ച്, റെഡ് അങ്ങനെയൊക്കെ. പക്ഷെ മേളിലെല്ലാം കല്ല് പോലെ വെച്ചിട്ട്
ഒരു ഡിസൈനാണ് അവർ ഫോളോ ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടോ അവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. നല്ല നീറ്റാണ് ഇവിടം, ഒന്നും പറയാനില്ല. തണുപ്പാണ്, നല്ല തണുപ്പുണ്ട് ഇവിടെ. അത് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ, ബാക്കിയെല്ലാം ഓക്കെയാണ് ഇപ്പോൾ. നമ്മളിവിടെ വിക്ടോറിയ സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടന്ന് ഇപ്പോൾ ഒരു കഫേ കണ്ടു കേട്ടോ, ക്യാറ്റ് കഫേ. സംഭവം അടിപൊളിയാണ്. എന്താ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂച്ചയ്ക്ക് ഇരിക്കാനുള്ള സ്ഥലവും, അപ്പുറത്തെ പൂച്ചയുണ്ട്. ഇവിടെ ഒരുപാട് പേര് നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. ഉണ്ടോ, അടിപൊളി ഒരു പൂച്ച. ശരി, അവിടെയൊക്കെ കുറേ പൂച്ചകളുണ്ട്. എൻ്റെ അടുത്തൊക്കെ മൊത്തം പൂച്ച കേട്ടോ. എൻ്റെ അടുത്തൊക്കെ ആക്സിഡൻറ്റ് പൂച്ചയുടെ ഫോട്ടോ എടുക്കുന്നു. അവിടെ നിന്ന് ഫുഡ് കഴിക്കാം, അങ്ങനെയൊക്കെ ആ സെറ്റപ്പ് തോന്നുന്നു. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കേട്ടോ, വിച്ച് ഈസ് സിൻസ് 97 നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴത്തോട്ടുള്ള റെസ്റ്റോറൻ്റാണ് ഇവിടെ, ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. അതും കണ്ട് നമ്മളിങ്ങനെ ഫ്രണ്ടിലേക്ക് നമ്മുടെ കണ്ണിന് കുളിർമയേകുന്നൊരു സംഭവം ഇവിടെ കാണാം. അടിപൊളി ഒരു ഓട്ടോ, അടിപൊളി ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത്. ഇതും 1947 തൊട്ടുള്ള ഓട്ടോയാണെന്നാണ് പറയണത്. പക്ഷെ സംഭവം കിടക്കി. അങ്ങനെ നമ്മൾ ഇന്ന് കാൽറ്റൺ ഹിൽസ് അതുപോലെ ഓഷ്യൻ ടെർമിനൽ അങ്ങനെയൊക്കെ പോയി. നമ്മുടെ ഇനി അടുത്ത വീഡിയോ നാളെ വരുന്ന കേട്ടോ, അതായത് ഈ ആഴ്ച തന്നെ നമ്മൾ യൂട്യൂബിൽ ഇടുന്നതാണ്. അതിൽ നമ്മൾ ഏതൊക്കെ പാട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ പ്രിൻസ് സ്ട്രീറ്റ് ഗാർഡൻ, ഡീൻ വില്ലേജ്, പിന്നെ നമ്മുടെ നഗര കാഴ്ചകൾ. ഇത് 3 ഇതിൻ്റെ അകത്ത് കവർ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.